വെൽക്കം ടു അപ്പൊ ഓണൊക്കെ വരാറായി. എല്ലാവരും ഓണം അത്തക്കയിൽ ഓണത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കയറിയിട്ടുണ്ടാവും. നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ എന്ത് സാരി, ഡ്രസ്സ്, ബ്ലൗസ്, ഓർണമെന്റ്സ്, പൂക്കളം, അങ്ങനെ കുറെ കൺഫ്യൂഷൻസ്. പക്ഷെ അവർക്കറിയാലോ, അത് നമുക്ക് ഈ ഡ്രസ്സും കോസ്റ്റ്യൂംസും മാത്രമല്ല, നമുക്ക് വരുന്നൊരു കൺഫ്യൂഷനാണ് എന്ത് സദ്യക്ക് സദ്യ ആയിരിക്കും എന്തെല്ലാം അപ്പൊ സദ്യക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കണം എന്നായിരിക്കും നമ്മുടെ നെക്സ്റ്റ് കൺഫ്യൂഷൻ. അപ്പൊ അതിലെ സദ്യയിലെ ഒരു അടിപൊളി ഐറ്റം നമുക്ക് ഉണ്ടാക്കിയല്ലോ. അറിയാത്തില്ലേ? അപ്പൊ നമുക്ക് സദ്യ എന്ന് പറയുമ്പോൾ എന്റെ സദ്യ എന്ന് പറയുമ്പം ഈ കുറെ എരിവൊക്കെ കഴിക്കുമ്പോ, ഞാൻ പൊതുവെ മധുരപ്രേമിയില്ല, പക്ഷെ ഈ കുറെ എരിവൊക്കെ കഴിക്കുമ്പോ ഇച്ചിരി മധുരം പുളിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂടെ തന്നെ ഈ മധുരം നമുക്ക് മലബാറികൾക്കല്ല, അങ്ങ് എറണാകുളം ആ സൈഡിലേക്ക് അധികം കാണാറില്ല. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പുളിശ്ശേരി, പൈനാപ്പിൾ കറി, പേരില്ല കറി, അങ്ങനെ മധുരക്കറി എന്ന് പറഞ്ഞാൽ പല പേരുകൾ അറിയപ്പെടുന്ന എന്നാൽ നമ്മൾ പൈനാപ്പിൾ പുളിശ്ശേരി. എങ്ങനെയാണ് അടിപൊളി പൈനാപ്പിൾ കറി ഉണ്ടാക്കാൻ നോക്കിയാൽ, പൈനാപ്പിൾ കിച്ചൺ ഉണ്ടാക്കാൻ നോക്കിയാൽ നമുക്ക് പൈനാപ്പിൾ കിച്ചൺ. അപ്പൊ നമ്മളത് ഒരു മുഴുത്ത പൈനാപ്പിൾ നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ട്. മധുരണ്ടെന്നാണ് കണക്കാർ പറഞ്ഞത്. മധുരണ്ടെങ്കിൽ അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ കട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കെട്ടിയാണ് വിളിക്കുകയാണ്. ഭയങ്കര ഈസി റെസിപ്പിയാണ്. നിങ്ങളിത് ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി റെസിപ്പി ഈ ഓണത്തിന് സെറ്റ് ആക്കണം. ഭയങ്കര ഈസി ആയിട്ട് സദ്യയില് മെയിൻ ആയിട്ട് നമ്മുടെ അവിയൽ ഉണ്ടാക്കും, പപ്പടം ഉണ്ടാക്കും, പായസം ഉണ്ടാക്കും. പിന്നെ ഇതിപ്പോ വിചാരിക്കും എന്താണ് ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങളല്ലോ കല്ലിൽ ചേർന്ന് സാരി കൊടുത്തില്ല. അല്ല, അതുകൊണ്ടല്ല, കല്ലിൽ ചേർന്ന് പൈനാപ്പിൾ നല്ല കുഞ്ഞിതായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. എന്തോരം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഫുൾ പൈനാപ്പിൾ എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് തേങ്ങ, കുറച്ച് ജീരകം, കരിവേപ്പില. ഈ തേങ്ങയും ജീരകവും കൂടെ നമുക്ക് ഒരു അരപ്പാക്കി എടുക്കണം കേട്ടോ. പിന്നെ പച്ചമുളക് ആൻഡ് നമുക്ക് മെയിൻ വേണ്ട വേറൊരു സാധനമാണ് ശർക്കര. നമുക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച്. ആൻഡ് വറ്റൽമുളകാണ്. പിന്നെ വേണ്ടത് തൈര്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം മാറ്റി വെച്ച തൈരായിരിക്കണം, അതായത് തണുപ്പ് പാടില്ല തൈരിന്. ഇനി നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചട്ടി ഉണ്ടെങ്കിൽ എന്തിൽ വേണേൽ ഉണ്ടാക്കാം. ഭയങ്കര സിമ്പിളാണ്. എത്ര ഐറ്റംസ് മാത്രം മതി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ പൈനാപ്പിളും നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഇടാം. കുറച്ച് പൈനാപ്പിൾ മാറ്റി വെക്കണം കേട്ടോ. എന്തിനാന്ന് ഞാൻ പതിയെ പറയാം. ഇത്രയൊക്കെ മാറ്റി വെച്ചാൽ മതിയാവും. മറ്റേ മൊത്തം നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. നേരത്തെ നമ്മൾ കീറി വെച്ച പച്ചമുളക് ഇടാം. ഇപ്പം ഞാനൊരു ശർക്കരയാണ് ഇടുന്നത്. ഒരു ശർക്കര ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. അതിനുശേഷം ഇതെല്ലാം മുങ്ങി നിൽക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വെക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് ചൂടാക്കാം. പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം കേട്ടോ. കാരണം ചട്ടിയാണ്, അടി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശർക്കരയുടെയും പൈനാപ്പിളിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി സ്മെല്ല്. അപ്പം നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ പൈനാപ്പിൾ ഉണ്ടായില്ലേ, അത് ഞാൻ ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ആ ഒരു പൈനാപ്പിൾ ഫ്ലേവർ മൊത്തത്തിൽ വരാൻ വേണ്ടിയിട്ടാട്ടോ. അതങ്ങ് ഒഴിച്ചെടുത്ത് ഒന്നും കൂടി ഒന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം നമുക്ക്.
അപ്പം നല്ലൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ അതിലേക്ക് കംപ്ലീറ്റ് വരും. അത് വേവണ സമയം നമുക്ക് കുറച്ച് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മളത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തേങ്ങയും ജീരകവും അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പൈനാപ്പിൾ ഏകദേശം ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കണേ ഈ അരപ്പ് അതിലേക്ക് കൊണ്ട് ചേർത്തെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ അരപ്പിൻ്റെ ഒരു പച്ച മണം പോകുന്ന വരെ ഒന്ന് തിളച്ചാൽ മതിയേ. ഒരുപാട് കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു സ്മെല്ല് വരും കേട്ടോ, ആ തേങ്ങയും ജീരകവും. ഇനി ഒന്നത് നമുക്ക് തിളപ്പിച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ സിമ്മിലിട്ട് തേങ്ങ ഒന്ന് വേവിച്ച് അത്യാവശ്യം തിളയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തൈര് കൂടി ഒഴിക്കാണ്ട്. പക്ഷെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. ഏകദേശം നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കാരണം തൈര് ഒഴിക്കുമ്പം നല്ല ചൂട് പറ്റില്ല. അപ്പം നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് അത്യാവശ്യം തിളയൊന്നും എടുക്കും. ചട്ടി ആയതുകൊണ്ട് ഗ്യാസ് ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ ഇങ്ങനെ തിളയ്ക്കും. ആ തിള നിന്നതിന് ശേഷം നമുക്ക് തൈര് ഒഴിക്കാം. പിന്നെ പറഞ്ഞിരുന്നു തണുത്ത തൈര് പറ്റില്ല, ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം പുറത്തേക്ക് എടുത്ത് വെച്ചേക്കണ തൈര് വേണം കേട്ടോ. അപ്പോൾ ഈ തിള നിന്ന് കഴിയുമ്പം നമുക്ക് ഈ തൈര് ഒഴിക്കാം കേട്ടോ. കട്ട തൈരല്ലേ, നല്ല തൈരാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഏകദേശം സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു വറവിടട്ടാം. അപ്പം നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടിക്കാം. കുറച്ച് ഉലുവയും പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കരിവേപ്പില ഇട്ട് ഉണക്കമുളകും ഇട്ട് പിന്നെ നമുക്ക് വേണ്ടതാണ് കുറച്ച് മുളക് പൊടി. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കളറൊന്ന് മാറാനും എല്ലാത്തിനും കൂടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇതൊന്ന് അതിലേക്ക് ഒഴിച്ച് കഴിയുമ്പം തന്നെ ആ ഒരു മഞ്ഞ കളറും ഒരു മിക്സഡ് കളറും ആൻഡ് നല്ല ടേസ്റ്റും ആവും. വെളിച്ചെണ്ണയുടെയും ഉലുവയുടെയും എല്ലാം കൂടെ ടേസ്റ്റ് വരുമ്പോൾ അപ്പോൾ അത് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് വയ്ക്കാലോ. പൈനാപ്പിൾ കട്ട് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതർവൈസ് പിന്നെ എന്താ ടെസ്റ്ററാണ്. ഓവർ എക്സ്പ്രഷൻ വേണ്ട, സത്യം പോലെ പറയാൻ എനിക്ക് ഓണത്തിന് ഉണ്ടാക്കാറുള്ളൂ. ഞാൻ ഇതുണ്ടാക്കിയൊരു കുറ്റം പറയാൻ തന്നെ കുഴപ്പമില്ല. അങ്ങനെയല്ല, ഇത് നമുക്ക് ആ ഒരു മധുരിപ്പും എരിവും ഉണ്ട്, പച്ചമുളകിന്റെ എരിവൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കാൻ അറിയാന്ന് വെച്ചിട്ട് അത്രയും സിമ്പിൾ ആയിട്ടാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ മലബാർ സൈഡിൽ കുറച്ച് കണ്ടുകുറവാണ്. അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടുകാരെ എത്തിക്കണം. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കഴിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ഓണം ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. അപ്പൊ Yes, have a bye from here. Thank you.